ഹലോ കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഉള്ളത് തിരുച്ചെന്തൂർ അമ്പലത്തിലാണ്. നിങ്ങൾക്കറിയാലോ തിരുച്ചെന്തൂർ അമ്പലം എന്ന് പറയുന്നത് മുരുകന്റെ 6 പടയ വീടുകളിൽ രണ്ടാമതായി വരുന്ന ക്ഷേത്രമാണ്. മുരുകന്റെ എല്ലാ ക്ഷേത്രങ്ങളും മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്, മിക്കവാറും ക്ഷേത്രങ്ങൾ. പക്ഷേ ഇത് വന്നിട്ട് കടലിന്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. ഞങ്ങളൊരു വൈകുന്നേരത്തോടെയായിരുന്നു അമ്പലത്തിൽ എത്തിയത്. അവിടുന്ന് നേരെ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് ദർശനത്തിനായിട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോഴ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെ തൊഴുത ശേഷം പുറത്തോട്ട് ഇറങ്ങി. നല്ല വ്യൂ ആയിരുന്നു. സന്ധ്യ സമയത്ത് കടലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തിരക്ക് മാത്രമല്ല, ഒരുപാട് കച്ചവടക്കാരും അതുപോലെ തന്നെ പക്ഷിശാസ്ത്രവും അല്ലാണ്ട് കൈ നോക്കുന്ന ആൾക്കാരും അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മളിങ്ങനെ നടക്കുവാണ് അമ്പലത്തിന്റെ സൈഡിൽ കൂടെ. നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനെ ഒരാൾ കൈനോക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്ത് വന്നത്. അങ്ങനെ അച്ഛൻ കൈനോക്കുവാണ്. ഒരമ്മയാണ് കൈനോക്കാൻ വന്നത്. അങ്ങനെ കൈനോക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് പുറത്തോട്ട് വന്നു. എന്നിട്ട് അവിടുന്ന് ഒരു ടീ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ടീ കുടിക്കുവാണ് എല്ലാവരും കൂടെ. നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിൽക്കുവാണ്. അതിനുശേഷം നമ്മൾ പോകുന്നത് റൂമിലോട്ടാണ്. അത്യാവശ്യം ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെയായിരുന്നു നമുക്ക് റൂം കിട്ടിയിരുന്നത്. ഇതാണ് ഞങ്ങൾ എടുത്ത റൂം. രത്ന ലോഡ്ജിലായിരുന്നു നമ്മൾ റൂം എടുത്തിരുന്നത്. റൂമിന്റെ അടുത്തായിട്ട് തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. പ്രസാദമായിരുന്നാലും ഫോട്ടോസൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഷോപ്പുകളൊക്കെ അടുത്ത് തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ റൂമിൽ പോയി. പിന്നെ പിറ്റേന്ന് നമ്മൾ വീണ്ടും പോവുകയാണ്. മോനും അച്ഛനും മുട്ടയടിക്കാനുണ്ട്. അങ്ങനെ മുട്ടയടിക്കാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിക്ക് മയിൽ ദാ പീലി വിടർത്തി നിൽക്കുകയാണ്. ഇവിടെ ഒത്തിരി മയിലുകളുണ്ട്. പീലി വിടർത്തിയതും അല്ലാത്തതുമായിട്ട് തന്നെ ഒത്തിരി ഒത്തിരി മയിലുകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമാണ് കാണാൻ. ഇടയ്ക്ക് ഇതിന്റെ ശബ്ദം കേൾക്കാനും നല്ല രസമാണ്. അങ്ങനെ മയിലിനെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് മുട്ടയടിക്കുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് പോയി മുട്ടയടിക്കാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ പോയി ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അച്ഛൻ പോയിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ എല്ലാവരും അച്ഛന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ടിക്കറ്റ് എടുക്കാൻ അച്ഛനാണ് പോയിട്ടുള്ളത്. അങ്ങനെ അച്ഛൻ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി. ടിക്കറ്റ് എടുത്തിട്ട് നേരെ ആദ്യം മോനെയായിരുന്നു മുട്ടയടിച്ചിരുന്നത്. അങ്ങനെ അവനെ മുട്ടയടിക്കുകയാണ്. അതിനുശേഷം അച്ഛനെയും മുട്ടയടിക്കുന്നുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ 2 മുട്ടകളായി. അതിനുശേഷം മുട്ടയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കടലിൽ കുളിക്കാനാണ് പോകുന്നത്. നല്ല തിരക്കായിരുന്നു. അന്ന് രാവിലെയും നല്ല തിരക്കായിരുന്നു. കടലിൽ കുളിക്കാൻ ഒത്തിരി ആളുകൾ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കടലിലോട്ട് പോവുകയാണ്. നല്ലൊരു വ്യൂ ആയിരുന്നു. രാവിലെ ഇങ്ങനെ വെളുത്ത് വന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഞങ്ങൾ മുട്ടയടിച്ചിട്ട് കടലിൽ കുളിക്കാൻ പോയത്. ഈ തിരുച്ചെന്തൂർ അമ്പലത്തിന് ഒരുപാട് ഐതിഹ്യങ്ങൾ. സൂര്യപത്മനുമായിട്ട് യുദ്ധം നടത്തിയ സ്ഥലമെന്നാണ് ചില ചരിത്രങ്ങളിൽ പറയുന്നത്. അതിനുശേഷം കടലോരം പ്രധാന വിശ്രമ കേന്ദ്രമായിട്ട് എടുത്തു. അങ്ങനെയാണ് ഇവിടെ ഒരു അമ്പലം വന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അതുമല്ലാണ്ട് വേറെ ഐതിഹ്യങ്ങൾ ഇവിടെ ഉണ്ട്. പണ്ട് ഇവിടുത്തെ വിഗ്രഹം ബ്രിട്ടീഷുകാർ വന്ന് മോഷ്ടിച്ചുകൊണ്ട് കടൽ മാർഗം പോവുകയും കടലിന്റെ മധ്യഭാഗത്ത് വെച്ച് വിഗ്രഹം കൊടുങ്കാറ്റും മഴയൊക്കെ ഉണ്ടായിട്ട് വിഗ്രഹം കടലിൽ പോവുകയും അങ്ങനെ പൂജാരിക്ക് ഭഗവാൻ ദർശനം കൊടുക്കുകയും അങ്ങനെ വന്ന് വിഗ്രഹം എടുത്ത് തിരിച്ച് പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെയും ചില ഐതിഹ്യങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ കടലിലെത്തി. എല്ലാവരും കടലിൽ കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുവാണ്. ഒത്തിരി ആൾക്കാരുണ്ട് കടലിൽ.
അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കടലിൽ കുളിച്ചതിന് ശേഷം മുട്ടയിൽ നിന്ന് ചന്ദനം പൂശുവാണ്. അതിൻ്റെ മുട്ടത്തലയിൽ ചന്ദനം പൂശിയ ശേഷം നമ്മൾ റൂമിൽ പോയി എല്ലാവരും ഫ്രഷ് ആവാൻ പോവുകയാണ്. അങ്ങനെ നമ്മളിതാ അമ്പലത്തിൻ്റെ നടയിലെത്തിയിട്ടുണ്ട്. ഇതാണ് റൂമിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. നിങ്ങൾ തിരുച്ചെന്തൂർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ ക്ഷേത്രത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമുക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഫുഡ് ഹോട്ടൽ ശരവണഭവനിൽ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും അമ്പലത്തിലോട്ട് തൊഴാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരുപാട് പൂക്കാരികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പൂ മേടിക്കുന്നുണ്ട്. പൂ വെച്ചിട്ട് കുറേ അമ്മമാർ വഴിയിലിരിക്കുകയാണ്. പിന്നെ എല്ലാവരും പൂ വാങ്ങിക്കുന്നുണ്ട്. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട പൂക്കളാണ് സെലക്ട് ചെയ്ത് വാങ്ങിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കാത്തൂന് ഒരു ചെണ്ടയും മേടിച്ചു കൊടുത്തു. അപ്പോൾ അതും വെച്ച് അവിടെ കിടന്ന് ചെണ്ട കൊട്ടി കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ദർശനത്തിനായിട്ട് 100 രൂപ ടിക്കറ്റ് കൗണ്ടറിൽ കയറി പോവുകയാണ് വഴിയിലൂടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.